ഹലോ ഫോക്സ്, വെൽക്കം ടു BBK മോട്ടോ ലവ് MotoGP പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്പർ 1. ടൈറ്റിൽ കുറച്ച് വലുതായിപ്പോയി, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ബിൽസൺ ബെന്നി. ആൻഡ് നമ്മുടെ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഇന്നലെ കഴിഞ്ഞ കാറ്റാലൻ GPനെ കുറിച്ചാണ്. ആൻഡ് കാറ്റാലൻ GPനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു ചെറിയ ഫൺ ഫാക്റ്റ് പറയാം. അതായത് ഡുക്കാട്ടി എന്ന് പറയുന്ന ടീമില്ലേ, ഡുക്കാട്ടിയുടെ KC സ്റ്റോണർ, ലെജൻഡറി KC സ്റ്റോണർ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് KC സ്റ്റോണറിൻ്റെ നമ്പർ 27 ആണ്. ആൻഡ് ഡുക്കാട്ടിയുടെ 27ാമത്തെ വിൻ കൊടുത്തത് KC സ്റ്റോണറാണ്. അതുപോലെ തന്നെ പെക്കോ ബാഗ്നായ ഫാക്ടറി ടീം, ഇപ്പോൾ 2 ടൈം വേൾഡ് ചാമ്പ്യൻ, ഇപ്പോൾ കറൻ്റ്ലി ഡിഫെൻഡിങ് വേൾഡ് ചാമ്പ്യൻ പെക്കോ ബാഗ്നായ, പുള്ളിയുടെ നമ്പർ 63 ആണ്. ആൻഡ് ഡുക്കാട്ടിയുടെ 63ാമത്തെ വിക്ടറി വാസ് പെക്കോ ബാഗ്നായ. പിന്നെ മാർക്കോ ബെറ്റ്സക്കി, പുള്ളിയുടെ നമ്പർ ഐ തിങ്ക് 72. ആൻഡ് പുള്ളി VR46 അക്കാഡമി റൈഡറാണ്, ഡുക്കാട്ടി സാറ്റലൈറ്റ് ടീം. ആൻഡ് ഡുക്കാട്ടിയുടെ 72ാമത്തെ വിക്ടറി കൊടുത്തത് 72ാമത്തെ നമ്പറുകാരനായ മാർക്കോ ബെറ്റ്സക്കിയാണ്. അതുപോലെ തന്നെ ഹോർഹെ മാർട്ടിൻ, പ്രമാക് ഡുക്കാട്ടി സാറ്റലൈറ്റ് ടീമിൻ്റെ റൈഡറായ ഹോർഹെ മാർട്ടിൻ 89ാമത്തെ നമ്പറാണ്. ആൻഡ് ഡുക്കാട്ടിയുടെ 89ാമത്തെ വിക്ടറി കൊടുത്തത് ഹോർഹെ മാർട്ടിനാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ GPയിൽ ഡുക്കാട്ടിക്ക് അവരുടെ 92ാമത്തെ വിക്ടറി ആയിരുന്നു. പെക്കോ ബാഗ്നായാണ് കാറ്റലൻ GP ജയിച്ചത്. അടുത്തായിട്ട് നടക്കാൻ പോകുന്നത് ഡുക്കാട്ടിയുടെ ഹോം ഗ്രൗണ്ടായ മുജല്ലോയിലാണ്, ഇറ്റാലിയൻ GP. ആൻഡ് അത് ഒരു 93ാമത്തെ വിക്ടറി ആയിരിക്കും അവർക്ക്, മോസ്റ്റ് പ്രോബബ്ലി. അപ്പോൾ ഇവരുടെ ഡുക്കാട്ടി ലൈനപ്പിൽ 93 എന്നും പറഞ്ഞ നമ്പറുള്ള ഒരു പ്രമുഖനായ ഒരു റൈഡർ ഉണ്ട്. ലെജൻഡല്ല, ലെജൻഡക്കും മേലെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുള്ളിയുടെ ഒരു ഫാനാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഹീസ് ദ ഗോട്ട്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഞാനിപ്പോൾ തന്നെ പറഞ്ഞേക്കാം, ഞാൻ കുറച്ച് ബയസ്ഡ് ആയിരിക്കും പുള്ളിയുടെ കാര്യത്തിൽ. സോ നൺ അതർ ദാൻ മാർക്ക് മാർക്കസ്. 93ാമത്തെ വിക്ടറി മാർക്ക് മാർക്കസ് നേടുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു ഫൺ കമ്പാരിസൺ, അല്ലെങ്കിൽ ഒരു ഫൺ ചോദ്യം. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് നമ്മൾ അടുത്ത ആഴ്ച മുജല്ലോയിലേക്ക് പോകുന്നത്. സോ മാർക്ക് മാർക്കസിന് അത് നേടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അടുത്ത GP കാണാമെന്നുള്ളത് ഞാൻ ആദ്യം പറയാം. നമുക്ക് ഇന്ത്യയിൽ സ്ട്രീമിംഗ് ഉള്ളത് ജിയോ സിനിമയിലാണ്. ജിയോ സിനിമയാണ് അതിൻ്റെ റൈറ്റ്സ് എടുത്തേക്കുന്നത്. പക്ഷേ ഈ പണ്ടാരക്കാലന്മാർ റേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, റേസിൻ്റെ ഇടയ്ക്ക്, റേസ് തീരുമ്പോൾ എല്ലാം കൊണ്ടുപോയിട്ട് ഒരു ആഡ് ഇടും. ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ട് വെറുക്കുന്നതാണ് യമഹയുടെ കോൾ ഓഫ് ദി ബ്ലൂ എന്ന് പറയുന്ന ആഡ്. കേട്ട് മനുഷ്യൻ്റെ ഇടപാട് തീരും. അപ്പം അത്രയും പരിതാപകരമായിട്ട് ജിയോ സിനിമ ഈ കാര്യം നടത്തുന്നത് കാരണം നമുക്ക് പിന്നെ ഉള്ളൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന് പറയുന്നത് ജിയോ TV ആണ്. ജിയോ TVയിൽ യൂറോസ്റ്റാർ എന്ന് പറയുന്ന, യൂറോസ്പോർട്ട് എന്ന് പറയുന്ന ചാനലുണ്ട്. അപ്പോൾ ജസ്റ്റ് യൂറോസ്പോർട്ട് ടൈപ്പ് ചെയ്യുക, യൂറോസ്പോർട്ട് അല്ലെങ്കിൽ യൂറോസ്പോർട്ട് HD, ഈ റേസിൻ്റെ സമയമാകുമ്പോഴത്തേനും എടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ ഒരു ആഡ് ഉണ്ടാവും, പക്ഷേ അതിനുശേഷം റേസിൻ്റെ ഇടയ്ക്ക് ഉടനീളം ആഡ്സ് ഇല്ല. നമുക്ക് അടിപൊളിയായിട്ട് റേസ് എൻജോയ് ചെയ്യാം. അപ്പോൾ യൂറോസ്പോർട്ട് നിങ്ങളുടെ കേബിളിലോ അല്ലെങ്കിൽ DTHലോ ഒക്കെ അവൈലബിൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് റേസ് എൻജോയ് ചെയ്യാം. പിന്നെ റേസിൻ്റെ റീപ്ലേസ് കാണണമെങ്കിൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ കാറ്റാലൻ GP, അത് പറഞ്ഞപ്പോഴാണ് കാറ്റാലൻ GPനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാം പറയുന്നുണ്ട്, ഇഷ്ടംപോലെ സ്പോയിലേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പോയിൽ ആവണ്ടെന്നാണ് എങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ക്ലോസ് ചെയ്തിട്ട് ആദ്യം പോയി റേസ് കാണുക. ആൻഡ് റേസിൻ്റെ ലിങ്ക്, സ്പ്രിൻറ്റിൻ്റെയും മെയിൻ റേസ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, റീപ്ലേ. എനിവേ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണെങ്കിൽ കൊടുത്തേക്കാം. അപ്പോൾ ആദ്യം തന്നെ അത് കാണുക, ഗെറ്റ് എക്സൈറ്റഡ് ആൻഡ് ദെൻ വാച്ച് ദ പോഡ്കാസ്റ്റ്. എനിവേ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റീപ്ലേ കാണണമെങ്കിൽ ജിയോ സിനിമയിൽ അവൈലബിൾ ആണ്. ആൻഡ് യു ക്യാൻ വാച്ച് ദ റീപ്ലേ ദർ ഇൻ ഫുൾ HD. അപ്പോൾ അതൊക്കെയാണ് ആദ്യം എനിക്ക് പറയാനുണ്ടായിരുന്നത്, ഒരു ഫൺ ഫാക്റ്റ്. പിന്നെ വീണ്ടും ഒരു ഫൺ ഫാക്റ്റ് പറയുകയാണെങ്കിൽ, മാർക്ക് മാർക്കസിൻ്റെ കഴിഞ്ഞ 4 റേസുകളിൽ പുള്ളി ഗെയിൻ ചെയ്തേക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് 45 പൊസിഷൻസാണ്. അതായത് ലീമാൻസിൽ പുള്ളി സ്റ്റാർട്ട് ചെയ്തത് 13th ആൻഡ് ഹി എൻഡ് അപ്പ് സെക്കൻഡ് സ്പ്രിൻറ്റ് റേസിൽ, അതുപോലെ തന്നെ ഫൈനൽ റേസിൽ, മെയിൻ റേസിൽ. അതുപോലെ തന്നെ പുള്ളി ഈ ഇവിടെ വന്നു, നമ്മുടെ കാറ്റലോണിയയിൽ വന്നു. ആൻഡ് കാറ്റാലൻ GPയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഹോം ഗ്രൗണ്ടാണ്, പുള്ളിയുടെ ഹോം സർക്യൂട്ടാണ്. പുള്ളി കാറ്റലോണിയ എന്നുള്ളതാണ്, ബാഴ്സലോണ എന്നല്ല, പക്ഷേ കാറ്റലോണിയ റീജിയനിൽ നിന്നാണ് പുള്ളി ഉള്ളത്. ആൻഡ് പുള്ളിയുടെ ഹോം സർക്യൂട്ടിൽ ദിസ് ഹോം സർക്യൂട്ട് ഈസ് ഹിസ് വേഴ്സ്റ്റ് സർക്യൂട്ട്. പുള്ളിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ട്രാക്കാണിത്. ഹി ഹെയ്റ്റ് ഇറ്റ്. ആൻഡ് ഇവിടെ ക്വാളിഫയേഴ്സിൽ പുള്ളിക്ക് വരെയൊക്കെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. നമ്മളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ബട്ട് ഹി സ്റ്റാർട്ടഡ് ഫ്രം P14 ആൻഡ് ഹി എൻഡഡ് അപ്പ് ബീയിങ് P2, അതായത് സെക്കൻഡ് പൊസിഷനിലേക്ക് കയറി ഇൻ ദ സ്പ്രിൻറ്റ് റേസ്. ആൻഡ് ദെൻ അഗെയിൻ ഇൻ എ പോഡിയം പൊസിഷൻ, തേർഡ് പൊസിഷനിൽ ഇൻ ദ മെയിൻ റേസ്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇനിയിപ്പോൾ ഫൺ ഫാക്റ്റ് ഒന്നും പറഞ്ഞിരിക്കാണ്ട് നമുക്ക് നേരെ നമ്മൾ ഈ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീക്കെൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടന്നു.
എവിടെ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യണമെന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ്. ബട്ട് നമുക്ക് ആ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ പോകാം. സോ ഇപ്പോഴത്തെ മെയിൻ ഒരു ടോപ്പിക് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഡുക്കാട്ടിയുടെ ഫാക്ടറി സീറ്റിലേക്ക് ഇനി ആരെയാണ് 2025 അവർ കയറ്റാൻ പോകുന്നത് എന്നുള്ളതാണ്. ഐ തിങ്ക് ഇനിയ ബാസ്റ്റിനിയുടെ കോൺട്രാക്റ്റ് 2025, അതായത് 24ാമത്തെ സീസൺ കഴിയുമ്പോൾ തീരും. അപ്പോൾ ഇനിയനെ തന്നെയാണ് അവരവിടെ വെക്കുക, അതോ ഇനി ഹോർഹെ മാർട്ടിനെ കയറ്റുമോ, മാർക്ക് മാർക്കസിനെ കയറ്റുമോ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഡിസ്കഷൻ. ആൻഡ് ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോർഹെ എക്സ്പ്ലിസിറ്റ്ലി ഹി ഹാസ് ടോൾഡ് ദാറ്റ് പുള്ളിക്ക് ഫാക്ടറി സീറ്റ് തന്നെ വേണം. പുള്ളിക്ക് ഓൾറെഡി കറണ്ട് സ്പെക്ക് ബൈക്കാണുള്ളത്, പക്ഷേ അതുപോലെ പുള്ളിക്ക് ഫാക്ടറി തന്നെ കയറണം എന്നുള്ള ആഗ്രഹമുണ്ട്. പുള്ളി 4 വർഷമായിട്ട് സാറ്റലൈറ്റ് ടീമിലാണ്, ഇനി പുള്ളിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി പറഞ്ഞാലും കാര്യമുണ്ട്, ബിക്കോസ് ഹീസ് ദ ലീഡിങ് പേഴ്സൺ ഇൻ ദ ചാമ്പ്യൻഷിപ്പ്. അപ്പം ആൻഡ് ഹി ഹാസ് ഡൺ എവറിത്തിങ് ഹി ക്യാൻ ടു എന്താ പറയുക, ടു ഡിസർവ് ദാറ്റ് ഫാക്ടറി സീറ്റ്. പക്ഷേ പുള്ളിക്കുള്ള മെയിൻ എതിരാളി എന്ന് പറയുന്നത് മാർക്ക് മാർക്കസ് ആണ്. ഈസ് ആൻ 8-time വേൾഡ് ചാമ്പ്യൻ, അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. ആൻഡ് ദാറ്റ് കില്ലർ ഇൻസ്റ്റിക്റ്റ് പുള്ളി ഇപ്പോഴാണെങ്കിലും കാണിക്കുന്ന കാട്ടായങ്ങളൊക്കെ കണ്ടിട്ടാണെങ്കിൽ മനുഷ്യൻ കോരിത്തെരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ ഡുക്കാട്ടിക്ക് ഇഷ്ടംപോലെ ബൈക്കുകൾ സെല്ല് ചെയ്യും. മാർക്ക് മാർക്കസ് എന്ന് പറഞ്ഞ പേര് ഒരുപാട് പേർക്കറിയാം. വാലന്റീനോ റോസി പോലെ തന്നെ മാർക്ക് മാർക്കസും അത്യാവശ്യം ഫേമസ് ആണ് നമ്മുടെ ഈ ഏഷ്യൻ റീജിയനുകളിലൊക്കെ. അപ്പോൾ ഡുക്കാട്ടിക്ക് ഒരുപാട് ബൈക്കുകൾ സെല്ല് ചെയ്യും, ഒരുപാട് സ്പോൺസർഷിപ്സ് കൊണ്ടുവരും. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിലും ആൻഡ് ഓൾസോ ബീങ് ആൻ ഏലിയൻ ഹി ക്യാൻ ഡു വണ്ടർഫുൾ തിങ്സ് ഇൻ ദാറ്റ് മോട്ടോർ സൈക്കിൾ. ദാറ്റ് ഈസ് വാട്ട് ഡുക്കാട്ടി ഈസ് ഓൾസോ ലുക്കിംഗ് അറ്റ്. അപ്പോൾ ഇതൊക്കെ കാരണം മാർക്ക് മാർക്കസിന് ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്, ഹോർഹെ മാർട്ടിനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഡിസ്കഷനിലാണ് ആക്ച്വലി ഈ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയാനായിട്ട് തേഴ്സ്ഡേ അലക്സ് എസ്പാർഗോ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചായിരുന്നു. അപ്പോൾ പ്രസ് കോൺഫറൻസ് വിളിച്ചപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി പുള്ളി റിട്ടയർമെൻറ്റ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ റിട്ടയർമെൻറ്റിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. സോ ഈ 2024 സീസണിൻ്റെ അവസാനം അലക്സ് എസ്പാർഗോ വിൽ ബി റിട്ടയറിങ് ഫ്രം ഹിസ് MotoGP കരിയർ. പക്ഷേ കംപ്ലീറ്റ്ലി ഗ്രിഡിൽ നിന്ന് മാറത്തില്ല. ലൈക്ക് ഹി ഹാസ് എ വിഷൻ, ലൈക്ക് ഒരു ടെസ്റ്റ് ഡ്രൈവറായിട്ട് വരണം എന്നുള്ളൊരു വിഷനുണ്ട്. അപ്പോൾ അപ്രീലിയയുടെ കൂട്ടത്തിലായിരിക്കില്ല എന്നാണ് പറയുന്നത്. മേ ബി ഇനി ആസ് പെർ റൂമേഴ്സ് മേ ബി ഡുക്കാട്ടി അല്ല BMW ഇനി MotoGPയിലേക്ക് വന്നേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മേ ബി BMWയുടെ എന്താ പറയുക ടെസ്റ്റ് റൈഡർ ആയിരിക്കാം. ബട്ട് എനിവേ അത് ഈ സീസൺ കഴിഞ്ഞിട്ടാണ്, നമുക്കിപ്പോൾ അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. റൂമേഴ്സ് ആർ ജസ്റ്റ് റൂമേഴ്സ്, അത് കൺഫേം ആകുമ്പോഴാണ് നമുക്കതൊരു ന്യൂസ് ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അലക്സ് എസ്പാർഗോയുടെ റിട്ടയർമെൻറ്റ് പരിപാടിയായിരുന്നു. ഹോർഹെ മാർട്ടിനൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. പുള്ളിയുടെ ചേട്ടനെ പോലെ, ഇടയ്ക്ക് അച്ഛനെ പോലെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ മാർക്ക് മാർക്കസും കരഞ്ഞു. അങ്ങനെ ഒരു ഇമോഷണൽ സമയമായിരുന്നു അത്. അതൊക്കെ കഴിഞ്ഞ് ദാറ്റ് വാസ് എ ബ്രേക്കിംഗ് ന്യൂസ്. പിന്നെ അതിനുശേഷം ഇപ്പം അപ്രീലിയയുടെ ഒരു സീറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ അവരും മാക്സിമം ദ ബെസ്റ്റ് റൈഡറിനെ ഒപ്പിക്കാനായിട്ട് അവരും നെട്ടോട്ടത്തിലാണ്. അപ്പോൾ അതൊക്കെയായിട്ട് തേഴ്സ്ഡേ എന്ന് കഴിഞ്ഞു. പിന്നെ ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ക്വാളിഫയേഴ്സ് ഫ്രീ പ്രാക്ടീസ് ആയിരുന്നു. ഫ്രീ പ്രാക്ടീസ് 1 മാർക്ക് മാർക്കസ് വാസ് ഡൂയിങ് ബെറ്റർ. ഫ്രീ പ്രാക്ടീസ് 2 ആയപ്പോഴത്തേനും ഹി കുഡന്റ് ക്വാളിഫൈ ടു Q2. അപ്പോൾ Q1 Q2 ഐ തിങ്ക് യു ഗൈസ് നോ, ബട്ട് എനിവേ അറിയാൻ പാടാത്തവർക്ക് വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഫ്രീ പ്രാക്ടീസ് സെഷനിൽ ആദ്യത്തെ 10 പേര് ഡയറക്റ്റ്ലി Q2ലേക്ക് ക്വാളിഫൈ ആവും. ബാക്കിയുള്ളവർ Q1-ലായിരിക്കും. അപ്പോൾ ഈ Q1-ലുള്ള 11ാമത്തെ ആൾ മുതൽ 22ാമത്തെ ആൾ വരെ ഉള്ളവർ അവരാദ്യം Q1-ൽ ലാപ്പ് ഇട്ടിട്ട് അതിൽ ഫസ്റ്റ് സെക്കൻഡ് നിൽക്കുന്ന ആൾക്കാർക്ക് Q2-ലേക്ക് കയറാം. ആൻഡ് Q2-ൽ നിന്ന് ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ അടിക്കുന്ന ആൾക്കാരാണ് സ്റ്റാർട്ടിംഗ് ഗ്രിഡിൽ 1, 2, 3 അങ്ങനെ ആ ലെവലായിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണ് അവരുടെ ഗ്രിഡ് പൊസിഷൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൽ മാർക്ക് മാർക്കസിന് Q1-ൽ കയറാൻ പറ്റിയില്ല. ബിക്കോസ് ഹീസ് എ പ്രൊമിനൻറ്റ് നെയിം. ലൈക്ക് ലാസ്റ്റ് ടൈം, അതായത് ലീമാൻസി സംഭവിച്ചതുപോലെ തന്നെ പുള്ളിക്ക് കയറാൻ പറ്റിയില്ല. അല്ല Q1-ലേക്ക് പോയി. അതിനുശേഷം Q1-ൽ നടത്തിയ സംഭവം ഇറ്റ് വാസ് എ നൈറ്റ് മെയർ അഗൈൻ. പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പുള്ളിയുടെ സ്ട്രാറ്റജി വർക്കായില്ല. അനീനെ ടോ ചെയ്ത് കയറാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ ആ പ്ലാനൊക്കെ ഫാബിയോ ഡിജൻറ്റോണിയോയും റൗൾ ഫെർണാണ്ടസും ഒക്കെ അടിച്ച് തകർത്ത് കൈ കൊടുത്ത്. ഈവൻ പുള്ളിയുടെ അനിയൻ തന്നെ ലാസ്റ്റ് ഫ്ലൈയിങ് ലാപ്പിൽ പുള്ളിനേക്കായും കുറച്ചുകൂടെ ടൈം ഗെയിൻ ചെയ്ത് 13th പൊസിഷനിൽ കയറി. അങ്ങനെ മാർക്ക് മാർക്കസ് 14th പൊസിഷനിൽ നിന്നാണ് ഗ്രിഡിൽ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അതിലിടയ്ക്ക് പറയാൻ പറ്റിയ കാര്യമാണ് അലക്സ് എസ്പാർഗോ പുള്ളിയുടെ റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ തമാശയ്ക്ക് പറഞ്ഞായിരുന്നു ഇറ്റ് വുഡ് ബി ബെറ്റർ എല്ലാവരും ഒന്ന് തോറ്റു വരുന്നെങ്കിൽ എനിക്ക് ഫസ്റ്റ് അടിച്ചുകൊണ്ട്. ബിക്കോസ് പുള്ളിയും കാറ്റലൂണിയ എന്നുള്ള ആളാണ്, സ്പാനിഷ് റൈഡറാണ്. അപ്പോൾ ഇതെൻ്റെ ഹോം ഗ്രാൻഡ് പ്രീ ആണ്, എൻ്റെ ലാസ്റ്റ് ഹോം ഗ്രാൻഡ് പ്രീ ആണ്. ഇത് ജയിച്ചു പോവുകയാണെങ്കിൽ ഒരു ഫെയർ ടൈൽ സ്റ്റോറി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് തമാശയ്ക്ക് പറഞ്ഞായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എനിവേ ഹി ഗോട്ട് ദ പോൾ പൊസിഷൻ വിത്ത് ന്യൂ ലാപ്പ് റെക്കോർഡ്. ഓൾ ടൈം ലാപ്പ് റെക്കോർഡാണ് 138.1, 1 മിനിറ്റ് 38 സെക്കൻഡ് പ്ലസ് 0.1 സെക്കൻഡ് പുള്ളി ഓൾ ടൈം ലാപ്പ് റെക്കോർഡ് എടുത്തു. അത് വെച്ച് പുള്ളിയാണ് സ്റ്റാർട്ടിംഗ് ഗ്രിഡിൽ ഫസ്റ്റ് ആയിരുന്നു.
അങ്ങനെ സാറ്റർഡേയിലെ Q2 ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ സ്പ്രിൻറ്റ് റേസിൽ കയറി. സ്പ്രിൻറ്റ് റേസ് വാസ് എന്താ പറയുക, ഒരുപാട് റോളർ കോസ്റ്റ് കാര്യങ്ങളായിരുന്നു അതിൽ നടന്നുകൊണ്ടിരുന്നത്. അത് എവിടെ നിന്നാണ് തുടങ്ങുകയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആക്ച്വലി സ്പ്രിൻറ്റ് റേസിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഞാൻ റെക്കോർഡ് ചെയ്തൊക്കെ വെച്ചതാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് 4K റെക്കോർഡ് ചെയ്തിട്ട് എൻ്റെ PC-ലിട്ടൊന്ന് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ PC വലിക്കണില്ല. അപ്പോൾ ഒരു രക്ഷയില്ലാഞ്ഞിട്ട് ഞാൻ പരിപാടി ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 1080p-ലാണ്. നമ്മളെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ സ്പ്രിൻറ്റ് റേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് വണ്ടർഫുൾ. റൗൾ ഫെർണാണ്ടസ് ആദ്യം തന്നെ ബിഗ് കൺഗ്രാറ്റ്സ് ടു ഹിം, ബിക്കോസ് പുള്ളിയുടെ Moto2 കരിയർ വാസ് അമേസിംഗ് എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ഞാൻ Moto2 ഫോളോ ചെയ്യുന്നില്ല, പയ്യെ ഫോളോ ചെയ്ത് നമ്മൾ Moto2നെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും പയ്യെ. ഇപ്പോൾ നിലവിൽ MotoGP മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ Moto2 അടിപൊളി കരിയറായിരുന്നു. MotoGPയിലേക്ക് വന്നിട്ട് പുള്ളി കഷ്ടപ്പെടുമായിരുന്നു. പുള്ളിയുടെ കഴിഞ്ഞ സീസണിലാണ് പുള്ളി റുക്കിയായിട്ട് വന്നത്. ആൻഡ് ദാറ്റ് സീസൺ വാസ് വെരി ഹൊറിബിൾ. ലൈക്ക് ടോപ്പ് 10 തന്നെ എത്ര തവണ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യം അറിയത്തില്ല. നോട്ട് ദാറ്റ് ഇംപ്രസീവ്. അപ്പോൾ ഇത്തവണ അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഉള്ള ഒരു സാറ്റലൈറ്റ് ടീം, ട്രാക്ക് ഹൗസ്, അപ്രീലിയയുടെ തന്നെ ഒരു സാറ്റലൈറ്റ് ടീമാണ്. പുള്ളി അങ്ങനെ അപ്രീലിയയിൽ കയറി. പുള്ളിയുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. പുള്ളിക്ക് P3 ആണ് കിട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സോ സ്പ്രിൻറ്റ് റേസ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ പെക്കോ ബാഗ്നായ കയറി. റൗൾ ഫെർണാണ്ടസ് അതിനിടയ്ക്ക് പെഡ്രോ ഓവർടേക്ക് ചെയ്യാൻ നോക്കി. പിന്നെ പെക്കോ ബാഗ്നായനെ ഓവർടേക്ക് ചെയ്ത് റൗൾ ഫെർണാണ്ടസ് കയറി. റൗൾ ഫെർണാണ്ടസ് വീണ്ടും പെഡ്രോ അക്കോസ്റ്റനെ ഓവർടേക്ക് ചെയ്തു. പെഡ്രോ അക്കോസ്റ്റ ഇസ് ഓൾസോ എ റുക്കി. ആൻഡ് സാറ്റർഡേ വാസ് ഹിസ് ബർത്ത്ഡേ. അപ്പോൾ പുള്ളിക്കൊരു നല്ലൊരു ബർത്ത്ഡേ ആയനെ. ബട്ട് എനിവേ പുള്ളിനെ ഓവർടേക്ക് ചെയ്ത് റൗൾ ഫെർണാണ്ടസ് ഫ്രണ്ടിൽ കയറി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു സെക്കൻഡിൻ്റെ അടുത്ത് ഗ്യാപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ടേൺ 5 എനിക്ക് തോന്നുന്നത്, അതോ ടേൺ 10 ആണോ, ടേൺ 5 ഐ തിങ്ക്. ടേൺ 5 പുള്ളി ക്രാഷായി. അങ്ങനെ പുള്ളിയുടെ ആ ഒരു വിക്ടറി ഹോപ്സ് ഒക്കെ അവിടെ അസ്തമിച്ചു. പിന്നെ പെഡ്രോനെ ഓവർടേക്ക് ചെയ്ത് പെക്കോയല്ല പെഡ്രോനെ ഓവർടേക്ക് ചെയ്ത് ബ്രാഡ് വിൻഡർ അതിനിടയ്ക്ക് കയറി. ബ്രാഡ് വിൻഡറും ഒരു 8th ലാപ്പോ 5th ലാപ്പൊക്കെ ആയപ്പോഴത്തേനും ക്രാഷായി. ടേൺ 5 തന്നെ ഔട്ടായി. അത് കഴിഞ്ഞ് പിന്നെ ലീഡ് ചെയ്ത ആളാണ് പെക്കോ ബാഗ്നായ. പുള്ളി ലാസ്റ്റ് ലാപ്പ് ആയപ്പോഴത്തേനും വീണ്ടും ടേൺ 5 ക്രാഷായി. സോ ലീഡ് ചെയ്യുന്ന ആൾക്കാർ പട്ടയെന്നും പറഞ്ഞ് മറന്നു വീഴുമായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ലാപ്പ് ആയത് കാരണം അലക്സ് എസ്പാർഗോ ആയിരുന്നു അത് കഴിഞ്ഞ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഹീ ഡിഡ് എ ബ്രില്യൻറ്റ് ജോബ്. ഹി സ്റ്റേഡ് ദെയർ, സർവൈവ്ഡ് ദെയർ. ആൻഡ് ഈ ഫെയറി ടെയിൽ സ്റ്റോറി എന്ന് പറയുന്ന പോലെ തന്നെ സ്പ്രിൻറ്റ് റേസിൽ പുള്ളിയുടെ ഹോം GPയിൽ പുള്ളിക്ക് ഒരു വിക്ടറി ഒപ്പിക്കാൻ പറ്റി, വിച്ച് വാസ് അമേസിങ്, വിച്ച് വാസ് ഇമോഷണൽ. ആൻഡ് ഹി വാസ് ഹാപ്പി വിത്ത് ദാറ്റ്. പിന്നെ ഇതിൽ പറയേണ്ട ഏറ്റവും വലിയ മികച്ച പ്രകടനം വാസ് അഗെയിൻ മാർക്കസ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ P14 നിന്ന് പുള്ളി നേരെ P8 ഫസ്റ്റ് ലാപ്പിൽ തന്നെ കയറി. 2 കോർണേഴ്സ് കഴിഞ്ഞപ്പോൾ കയറി. ആൻഡ് വൺ അമേസിങ് തിങ് വാസ് ദാറ്റ് പുള്ളിയുടെ ടേൺ 2 എത്തിയപ്പോൾ തന്നെ ജാക്ക് മില്ലറായിട്ട് പയ്യൊന്ന് കൊളൈഡ് ചെയ്തു. പുള്ളി ഓവർടേക്ക് ചെയ്തത് ഔട്ട് സൈഡിലൂടെയാണ്, വിച്ച് ഇസ് വെരി റിസ്കി. കാരണം നമ്മൾ പുറത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ നേരത്തുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ള ആൾക്ക് ചിലപ്പോൾ ഗ്രിപ്പ് കിട്ടാണ്ടെങ്കിൽ വീണിട്ടുണ്ടെങ്കിൽ, അതും ഫസ്റ്റ് ലാപ്പാണ്. ഫസ്റ്റ് ലാപ്പിൽ ബാഴ്സലോണ സർക്യൂട്ട് ഇസ് ഇൻഫേമസ് ഫോർ ഓൾ ദ ഫസ്റ്റ് ലാപ്പ് ക്രാഷസ്. കഴിഞ്ഞ തവണയൊക്കെ പെക്കോ ബാഗ്നായുടെ കാലിൽ കൂടെ ബ്രാഡ് വിൻഡർ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ അത്രയും റിസ്ക്കിയാണ്. ബട്ട് എനിവേ ടേൺ 2 പുള്ളി അങ്ങനെ ഓവർടേക്ക് ചെയ്തു. പുള്ളിയുടെ ഫ്രണ്ട് സൈഡിലുള്ള എന്താ പറയുക വിങ്സ് ക്ലിപ്പായി. അപ്പോൾ ഒരു സൈഡിൽ 100% വിങ്സ് ഉണ്ട്, ഒരു സൈഡിൽ 0%. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പുള്ളി ആ ബൈക്ക് ഓടിച്ചത്. ആൻഡ് സ്റ്റിൽ ഹി മാനേജ്ഡ് P2. ആ വണ്ടി എന്തോരം അൺസ്റ്റേബിൾ ആയിരിക്കും എന്ന് നമുക്കറിയത്തില്ല. ആ ബൈക്ക് എന്ന് പറയുമ്പോൾ ചെറിയ ബോഡി ഉള്ളൂ. ആൻഡ് ഈവൻ ഈ വിങ്സിൽ നിന്ന് വരുന്ന ഡേർട്ടി എയർ കാരണം ആൾക്കാർ അൺസ്റ്റേബിൾ ആവാറുണ്ട്. നമ്മൾ കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഹോർഹെ മാർട്ടിൻ ഒരിക്കൽ കഷ്ടിയാണ് ക്രാഷ് ആവാണ്ട് പെക്കോയിൽ നിന്ന് എസ്കേപ്പ് ആയത്. അതുപോലെ തന്നെ പെക്കോ ബാഗ്നായ ആണെങ്കിലും ഫാബിയോ ഡിജന്റോണിയോ റേസ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഫാബിയോനെ പിടിക്കാൻ നോക്കി, കഷ്ടിയാണ് പുള്ളി ക്രാഷ് ആവാണ്ട് എസ്കേപ്പ് ആയത്. അപ്പോൾ ഡേർട്ടി എയർ തന്നെ ഒരുപാട് പ്രശ്നം കോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മാർക്കസ് ഒരു സൈഡിൽ വിങ് ഇല്ലാണ്ട് അത്രയും അൺബാലൻസ്ഡ് ആയിട്ട് അത്രയ്ക്ക് വലിയ ഡിഫറൻസ് ഇല്ലാന്ന് പുള്ളി പറയുന്നത്. ബട്ട് എനിവേ ബൈക്ക് ഈസ് നോട്ട് സ്റ്റേബിൾ വെൻ യു ഡോണ്ട് ഹാവ് എയറോ ഇൻ വൺ സൈഡ്. ഒരു സൈഡിലേക്ക് നമുക്ക് എന്തായാലും ഒരു ചെറിയ സൈഡ് വലിവ് വരാണ്ടിരിക്കത്തില്ല. അപ്പോൾ അതിനിടയ്ക്കാണ് സ്ട്രെയിറ്റിൽ പുള്ളി പെഡ്രോ അക്കോസ്റ്റനൊക്കെ ഓവർടേക്ക് ചെയ്യുന്നത്, വിച്ച് വാസ് സോ ബ്യൂട്ടിഫുൾ ടു വാച്ച്. പുള്ളി എങ്ങനെ അത് പിടിച്ചു നിർത്തി എന്നുള്ളത് ഒരു രക്ഷയില്ല. മാർക്കസ് ഹാഡ് എ വണ്ടർഫുൾ വീക്കെൻഡ്. അത് കഴിഞ്ഞ് മെയിൻ റേസ് വന്നു. മെയിൻ റേസിലാണെങ്കിലും ഇറ്റ് വാസൻറ്റ് ദാറ്റ് എക്സൈറ്റിംഗ് ലൈക്ക് ദ സ്പ്രിൻറ്റ് റേസ്, ബട്ട് അഗെയിൻ മാർക്കസ് ഇൻ P3 ഒബ്വിയസ്ലി. പക്ഷേ ഇത്തവണത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ പുള്ളിക്ക് കയറാൻ പറ്റിയില്ല. പുള്ളി P8 സ്റ്റക്കായിരുന്നു. ഫ്രാങ്കോ മോബഡിൽ പുള്ളി അത്യാവശ്യം പൊളിച്ചാണ് ഓടിച്ചത്. ടയർ കൺസർവേഷനോ കാര്യങ്ങളൊന്നും നോക്കിയില്ല. അപ്പോൾ മാർക്കസിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഇട്ടത് സോഫ്റ്റ് ടയറാണ്. അപ്പോൾ ഈ സോഫ്റ്റ് ടയർ ഇടാൻ നേരത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാക്കിൽ ഒന്നാമത് ഗ്രിപ്പില്ലാത്ത ട്രാക്ക്, പിന്നെ അത്രയും ഭയങ്കര ഹൈ ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. ഐ തിങ്ക് ട്രാക്ക് കണ്ടീഷൻസ് ഒരു 50 ഡിഗ്രി എങ്ങാണ്ട് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. 50 അല്ലെങ്കിൽ 40.
അപ്പോൾ ഈ സോഫ്റ്റ് ടയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കോമ്പൗണ്ട് പെട്ടെന്ന് വെയർ ഔട്ട് ആവും. പിന്നെ ടയർ തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ യൂഷ്വലി എല്ലാവരും ഓപ്റ്റ് ചെയ്തത് മീഡിയം റെയറാണ്. പക്ഷേ മാർക്ക് മാർക്കസ്, പെഡ്രോ കോസ്റ്റ, അലക്സ് മാർക്കസ്, ജാക്ക് മില്ലർ, ഈ 4 പേരാണ് സോഫ്റ്റ് എടുത്തത്. ആൻഡ് മാർക്ക് മാർക്കസ് ഡിഡ് എ വണ്ടർഫുൾ ജോബ് ദർ. പുള്ളി ആ ടയർ കൺസർവ് ചെയ്ത് ഈവൻ ദോ ഫ്രണ്ടിലുള്ളവരൊക്കെ പൊളിച്ച് ഓടിക്കുമായിരുന്നെങ്കിൽ പോലും പുള്ളി വീണ്ടും ആ ത്രോട്ടിൽ റെസ്പോൺസൊക്കെ കറക്റ്റായിട്ട് വെച്ച് ക്രാഷ് ആവാണ്ട് ടയർ കൺസർവ് ചെയ്ത് ലാസ്റ്റ് പുള്ളി P3 ആയി, വിച്ച് വാസ് അലക്സ് എസ്പാർഗോനെ ഓവർടേക്ക് ചെയ്തിട്ടാണ്. ഒരു കഷ്ടിക്കാണ് പുള്ളിക്ക് P3 കിട്ടിയത്. ഒരു ബൈക്ക് ലെങ്ത്തിലാണ് പുള്ളി P3 ആയത്. ആൻഡ് ഇറ്റ് വാസ് വണ്ടർഫുൾ ടു വാച്ച് ദെയർ ബാറ്റിൽ. പക്ഷേ ദ മാൻ ഓഫ് ദ ഷോ വാസ് പെക്കോ ബാഗ്നായ. സ്പ്രിൻറ്റ് റേസിൽ പുള്ളി ക്രാഷ് ആയി. ഹി വാസ് എ സീറോ, ബട്ട് ഹി ബിക്കം ദ ഹീറോ ഇൻ ദ മെയിൻ റേസ്. അതാണ് മോട്ടോ ജി പിയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് നെവർ സേ നെവർ ഇൻ മോട്ടോ ജി പി. എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് എന്നൊക്കെ പറയുന്ന പോലെ പെക്കോ ബാഗ്നായ ഹി ഡിഡ് എ വണ്ടർഫുൾ ജോബ്. പുള്ളി ആരാന്ന് പുള്ളി കാണിച്ചു തന്നു. ആൻഡ് മാർട്ടിൻ നോട്ട് ബീയിങ് മാർട്ടിൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സാധാരണ മാർട്ടിൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെർമിനേറ്റർ പുള്ളി ഒന്നല്ലെങ്കിൽ ഫസ്റ്റ് അടിക്കാൻ നോക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് അടിക്കാൻ നോക്കി ക്രാഷ് ആവും. ഇതാണ് പുള്ളിയുടെ സ്ഥിരം പരിപാടി. പക്ഷേ ഈ സീസണിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പുള്ളി ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്നത്. 39 പോയിൻസിൻ്റെ ലീഡുണ്ട് പുള്ളിക്ക് സെക്കൻഡ് ഇപ്പോൾ പെക്കോ ബാഗ്നായാണ് നിൽക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഡൂയിങ് ഇസ് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ജയിക്കണ്ട, നമുക്ക് മാക്സിമം പോയിന്റ് എടുക്കുക എന്നുള്ള ആ ഒരു ലൈനിലാണ് പുള്ളി പോകുന്നത്. സോ ദാറ്റ് ഈസ് ഗോയിങ്, പുള്ളി എന്താ പറയുക, മെച്ചുവറായെന്ന് നമുക്ക് പറയാം. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബെനിഫിറ്റ് ഹിം അ ലോട്ട്. പിന്നെ അപ്പോൾ മാർക്ക് മാർക്കസിൻ്റെ സോഫ്റ്റ് ടയർ കൺസർവേഷൻ അത് നമ്മൾ പറഞ്ഞു. വേറെ ഇപ്പോൾ എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത്? പെഡ്രോ കോസ്റ്റനെ കുറിച്ച് പറയുകയാണെങ്കിലും ഹി ഡിഡ് എ വണ്ടർഫുൾ ഫൈറ്റ് വിത്ത് മാർട്ടിൻ. പുള്ളി പെക്കോയിനെ ഇടയ്ക്ക് ഓവർടേക്ക് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം മാർട്ടിനെ ഓവർടേക്ക് ചെയ്തു, ബട്ട് അഗെയിൻ മാർട്ടിൻ തിരിച്ചു കയറി. ആൻഡ് മാർട്ടിൻ വാസ് ട്രൈങ് ദ മാക്സിമം നോട്ട് ടു ലെറ്റ് പെഡ്രോ കോസ്റ്റ ഓവർടേക്ക് ഹിം. KTM വാസ് ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. KTM അല്ല, ഗ്യാസ് KTMൻ്റെ സാറ്റലൈറ്റ് ടീമാണ്. ആൻഡ് ഹി വാസ് ഡൂയിങ് എ ബെറ്റർ ജോബ്. അപ്പോൾ പെഡ്രോയെ വിട്ടത് ഒരു സോഫ്റ്റ് റെയർ ടയറാണ്. ആൻഡ് പുള്ളി എങ്ങനെയാണ് ആ ടയർ മാനേജ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ എല്ലാവരുടെ ഒരു ചോദ്യചിഹ്നമായിരുന്നു. ബട്ട് അത് നമുക്ക് എങ്ങനെയാണെന്ന് കാണാൻ പറ്റിയില്ല. ബട്ട് ദ ഫൺ ഫാക്ട് ഇസ് ദാറ്റ് പെഡ്രോ കോസ്റ്റ പുള്ളി 14th 13th ഒന്ന് ക്രാഷായി. പുള്ളി സെക്കൻഡിലായിരുന്നപ്പോൾ ക്രാഷായി. വീണ്ടും ബൈക്ക് പിക്കപ്പ് ചെയ്ത് പുള്ളി തിരിച്ച് ഓടിച്ച് 20 സെക്കൻഡായിട്ടാണ് വീണ്ടും തിരിച്ച് ട്രാക്കിൽ കയറിയത്. അത് കഴിഞ്ഞ് പുള്ളി ഓടിച്ച് ഫിനിഷ് ചെയ്തത് 14th എങ്ങാണ്ടായിട്ടാണ്. പിന്നെ ബാസ്റ്റിനിക്ക് ഒരു 22 സെക്കൻഡിൻ്റെ പെനാൽറ്റി കിട്ടിയത് കാരണം പെഡ്രോ വാസ് പ്രൊമോട്ടഡ് ടു P13. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹി ഓവർടുക്ക് ഓൾ ദ ഹോണ്ട. അപ്പോൾ ഹോണ്ടയുടെ മിസറബിൾ സ്റ്റേറ്റ് ആണിത് കാണിക്കുന്നത്. എല്ലാ ഹോണ്ടേനെയും ഓവർടേക്ക് ചെയ്ത് ഈവൻ ഹി സ്കോർഡ് പോയിൻറ്റ്സ്, വിച്ച് വാസ് വണ്ടർഫുൾ. പെഡ്രോ ഡിഡ് ആൻ അമേസിങ് ജോബ് ബീങ് പെഡ്രോ. അതായത് പെഡ്രോ ഈ വർഷമാണ് മോട്ടോ ജി പിയിൽ വന്നത്. ആദ്യമായിട്ടാണ് ഈ ട്രാക്കുകളെല്ലാം ഒരു മോട്ടോ ജി പി ബൈക്കിൽ പുള്ളി ഓടിക്കുന്നത്. പക്ഷേ KTMൻ്റെ ഫാക്ടറി റൈഡേഴ്സിന് തലവേദന കൊടുത്തുകൊണ്ടാണ് പെഡ്രോ കോസ്റ്റ ഈ വർഷം മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്, വിച്ച് ഈസ് വണ്ടർഫുൾ. ആൻഡ് ഞാനും പെഡ്രോയ്ക്ക് വേണ്ടി റൂട്ട് ചെയ്യുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ എക്സെപ്ഷണൽ ടാലൻ്റാണ്. മാർക്ക് മാർക്കസ്, വാലന്റിനോ റോസി, പെഡ്രോ കോസ്റ്റ, അതിനുമ്പോൾ KC സ്റ്റോണർ. അപ്പം നമുക്ക് എന്താ പറയുക, നമ്മൾ വേറൊരു റൈഡറിൻ്റെ ഫാനായിരിക്കും, പക്ഷെ നമുക്ക് ഒരിക്കലും ഇവരുടെ ടാലൻറ്റിനെ അംഗീകരിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. സോ ഐ എം എ മാർക്ക് മാർക്കസ് ഫാൻ, ബട്ട് സ്റ്റിൽ ഐ അഡ്മയർ പെഡ്രോ കോസ്റ്റ. പുള്ളി ഇന്നലെയാണ് 20 വയസ്സ്, അല്ല സാറ്റർഡേ ആണ് 20 വയസ്സായത്. ആ 20ാമത്തെ വയസ്സിൽ തന്നെ പുള്ളി അവിടെ എല്ലാവർക്കും ഒരു നൈറ്റ് മെയർ ആവുകയാണ്. ഭയങ്കര അടിപൊളി പ്രകടനമാണ് പുള്ളി കാഴ്ചവെക്കുന്നത്. സോ അപ്പോൾ നമ്മൾ പെഡ്രോയുടെ കാര്യം പറഞ്ഞു. ആൻഡ് ഐ തിങ്ക് ഇനി ആരുടെ കാര്യം പറയാനുള്ളത്? മോസ്റ്റ് പ്രോബബ്ലി ഐ തിങ്ക് ഇനി ആരും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, സ്പെഷ്യൽ മെൻഷൻ റൗൾ ഫെർണാണ്ടസ് അഗെയിൻ. പുള്ളിക്ക് അത്യാവശ്യം കഷ്ടപ്പാടായ ഒരു സ്പ്രിൻറ്റ് റേസ് ആയിരുന്നു. ബിക്കോസ് പറഞ്ഞ പോലെ P1 നിന്ന സമയത്താണ് പുള്ളി ക്രാഷ് ഔട്ടായി പോയത്. ആൻഡ് ഹി കുഡ്ന്റ് റിട്ടേൺ ടു ദ റേസ്. സ്പ്രിൻറ്റ് റേസ് ആണ്, 12 ലാപ്പേ ഉള്ളൂ. അതിൽ 8ാമത്തെ ലാപ്പിൽ ഔട്ടായി. ഇനി പോയിന്റ് കിട്ടുന്ന ഒരു സ്ഥാനത്തേക്ക് വീണ്ടും എത്തുക ബുദ്ധിമുട്ടാണ്. മെയിൻ റേസിൽ പുള്ളിക്ക് P6 പുള്ളിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി, വിച്ച് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫിനിഷസ് ഓഫ് ട്രാക്ക് ഹൗസ് റേസിംഗ്. അപ്പോൾ സ്പെഷ്യൽ മെൻഷൻ ടു റൗൾ ഫെർണാണ്ടസ്. പിന്നെ ഉള്ളത് ഫാബിയോ ക്വാർട്ടാറോയാണ്. ഐ തിങ്ക് 9th പൊസിഷനിലെങ്ങാണ്ട് എത്തി. ടോപ്പ് 10 എത്താൻ പറ്റി. യമഹയും ഹോണ്ടയും ഭയങ്കര സ്ട്രഗിളിംഗ് ആണ്. യമഹയുടെ ഹോണ്ടയുടെ ഒക്കെ കാര്യം പറഞ്ഞ് നമുക്ക് വേറൊരു പോഡ്കാസ്റ്റ് തന്നെയാണെങ്കിൽ ചെയ്യാൻ പറ്റും. അതുപോലത്തെ കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ച് ടെക്നിക്കലും ആയിരിക്കും. ഐ ഹോപ്പ് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്കും അനലൈസ് ചെയ്തിട്ട് ഒരെണ്ണം ചെയ്യാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ നിലവിൽ യമഹയുടെ അവസ്ഥയും ഹോണ്ടയുടെ അവസ്ഥയും പരിതാപകരമാണ്. പക്ഷേ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ യമഹ ഒരു പുതിയ എയറോ പാക്കേജ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വിസിബിൾ അല്ലാത്ത സെറ്റപ്പിലുള്ള കുറച്ച് ചേഞ്ചുകൾ ഉണ്ടെന്ന് അവർ പറഞ്ഞു. ഫാബിയോ ക്വാർട്ടാറോയ്ക്ക് P9 ഫിനിഷ് ചെയ്യാൻ പറ്റി. ആൻഡ് ഹി വാസ് വെരി ഹാപ്പി ഇൻ ദിസ് വീക്കെൻഡ്. അപ്പോൾ യമഹ പയ്യെ ഒന്ന് ഡെവലപ്പായി വരുന്നുണ്ടെന്ന് തോന്നുന്നു.
പിന്നെ ഉള്ളൊരു റൂമറാണ് പ്രമാക് റേസിംഗ് മേ ബി യമഹയിലേക്ക് പോകുന്നുള്ളത്. അപ്പോൾ യമഹയ്ക്ക് ഒരു സാറ്റലൈറ്റ് ടീം കിട്ടും, വിച്ച് ഷുഡ് ബി അഗെയിൻ ബെനഫിഷ്യൽ ഫോർ ദം. ബിക്കോസ് അവർക്ക് മാക്സിമം ബൈക്കുകൾ നമുക്ക് ഇറക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡേറ്റ കിട്ടും, പല റൈഡേഴ്സിൻ്റെയും ഇൻപുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ യമഹയ്ക്ക് ലാക്ക് ചെയ്യുന്നൊരു സംഭവം എന്ന് വെച്ചാൽ അവർക്കൊരു സാറ്റലൈറ്റ് ടീമില്ല. ഹോണ്ടയ്ക്കുണ്ട്, LCR ഹോണ്ട ഉണ്ട്. ആൻഡ് അനദർ ഫൺ ഫാക്ട് ഇസ് റെപ്സോൾ ഹോണ്ട, ദ ഫാക്ടറി ടീം ഇസ് ബിലോ ദ LCR ഹോണ്ട ഇൻ ടേംസ് ഓഫ് പോയിന്റ്. സാർക്കോയും ടാക്ക നാക്കാഗാമിയും ഒക്കെ കുറച്ച് അത്യാവശ്യം നല്ല പോയിന്റ്സ് സ്കോർ ചെയ്യണമെന്ന് തോന്നുന്നു. ജോൻ മിർ ആൻഡ് ലൂക്ക മറീനി ആർ ഹാവിങ് ദ വേഴ്സ്റ്റ് കേസ്. ലൂക്ക മറീനിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഡുക്കാട്ടിയിലായിരുന്നു, പക്ഷേ ഡുക്കാട്ടിയിൽ ഒരു ഫാക്ടറി ടീമിൽ കയറാനായിട്ടുള്ള ഒരു റൈഡ് പുള്ളി കാഴ്ചവെച്ചിട്ടില്ല. അപ്പോൾ പുള്ളി പറഞ്ഞ് പുള്ളിക്ക് ഒരു ഫാക്ടറി ടീമിൽ പോകണം, പുള്ളിക്ക് പറ്റുമെങ്കിൽ ആ ഒരു ബൈക്ക് ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആണ് ആക്ച്വലി പുള്ളി ഹോണ്ടയിലേക്ക് പോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കൺസിസ്റ്റൻ്റ്ലി ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലാണ് എപ്പോഴും ലൂക്ക എത്തുന്നത്. ഇതുവരെ അവർക്കൊരു പോയിന്റ്, ലൂക്കയ്ക്ക് ഒരു പോയിന്റ് നേടാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. 6 റേസുകൾ കഴിഞ്ഞു. സോ അങ്ങനെയാണ് ഹോണ്ടയുടെ കാര്യം ഇരിക്കുന്നത്. ഹോണ്ടയുടെ കാര്യമൊക്കെ പറഞ്ഞ് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു പോഡ്കാസ്റ്റ് ചെയ്യാം, അപ്പോൾ റെഡിയാക്കാം. വേറെ ഇപ്പോൾ എന്താ പറയാനുള്ളത്? വേറെ ഇപ്പോൾ നമ്മൾ ഈ ട്രാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ കാറ്റലോണിയൻ ട്രാക്ക് എന്ന് പറയുന്നത് ആസ് പെർ മാർക്ക് മാർക്കസ് പുള്ളിയുടെ ഒരു വേഴ്സ് ട്രാക്കാണ്. മാർക്ക് മാർക്കസിന് മാത്രമല്ല, എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള ട്രാക്കാണ്. ബിക്കോസ് അവിടെ ഗ്രിപ്പില്ല. നമുക്ക് ഗ്രിപ്പില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചില്ലെങ്കിൽ അടിച്ചല്ലി വീഴും. അതാണ് മെയിനായിട്ടുള്ള സംഭവം. അപ്പോൾ ഗ്രിപ്പില്ലാത്തത് കാരണം തന്നെ ടയേഴ്സ് ഓവർ ടൈം വർക്ക് ചെയ്യണം. അപ്പോൾ ടയർ മാനേജ്മെൻ്റ് ആണ് ഇവിടെ ഏറ്റവും വലിയ സീനാവുക. അപ്പോൾ അതാണ് ഞാൻ മാർക്ക് മാർക്കസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി സോഫ്റ്റ് ടയറാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ, വിത്ത് ദാറ്റ് സോഫ്റ്റ് ടയർ, വിത്ത് ദാറ്റ് ടെമ്പറേച്ചർ പുള്ളി ഇത്രയും ഓവർടേക്കൻ ചെയ്ത് ടയർ അത്രയും ലാസ്റ്റ് ചെയ്യിച്ച് പുള്ളി P3-ലെത്തി. എഗെയിൻ അമേസിങ് ജോബ്. എനിക്കത് വീണ്ടും പറയാൻ തോന്നുന്നു, കാരണം അത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എനിവേ, അപ്പം ബാക്കി എല്ലാവരും ചൂസ് ചെയ്തത് മീഡിയം ടയേഴ്സാണ്. ആൻഡ് ഈ ട്രാക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ആൻഡ് ഗോ കോർണേഴ്സ് ഇല്ല, അല്ല ഒരു ഫ്ലോയിങ് കോർണേഴ്സാണ്. അപ്പോൾ അതും മേ ബി ദാറ്റ്സ് ദ റീസൺ വൈ റൈഡേഴ്സ് ലൈക്ക് മാർക്ക് മാർക്കസ് ഹെയ്റ്റ് ദിസ് ട്രാക്ക്. ബിക്കോസ് കോർണർ എക്സിറ്റും കോർണറിൽ എടുക്കാൻ പറ്റുന്ന സ്പീഡും ലെഫ്റ്റ് ഹാൻഡ് കോർണേഴ്സും വളരെ കുറവാണ്, ലോങ് റൈറ്റ് ഹാൻഡ് കോർണേഴ്സാണ്. അപ്പോൾ മാർക്ക് മാർക്കസ് ഇസ് എ സ്പെഷ്യലിസ്റ്റ് ഇൻ ലെഫ്റ്റ് ഹാൻഡ് കോർണേഴ്സ്. അപ്പോൾ അതെല്ലാം കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ വേഴ്സ് ആയിട്ടുള്ള പെർഫോമൻസിലാണ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഹിസ് പെർഫോമൻസ് വാസ് വേഴ്സ്. ഹിസ് ക്വാളിഫയിങ് വാസ് ഡിസാസ്റ്റർ, ബട്ട് സ്റ്റിൽ പെർഫോമൻസ് അത്ര വേഴ്സ് അല്ല. അഗെയിൻ ഞാൻ മാർക്ക് മാർക്കസിൻ്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഐ ഡോണ്ട് നോ വൈ. എനിവേ, അപ്പോൾ ട്രാക്കിൻ്റെ ഒരു ലേഔട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ട്രാക്കിന് ഗ്രിപ്പ് വളരെ കുറവാണ്. ബട്ട് ഇനി നമ്മൾ പോകാൻ പോകുന്ന ട്രാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് മുജല്ലോ. മുജല്ലോ ഹാസ് സൂപ്പർ ഗ്രിപ്പ് ആൻഡ് സൂപ്പർ സ്ട്രെയിറ്റ്, എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഹൈ സ്പീഡ്, ടോപ്പ് സ്പീഡൊക്കെ എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ട്രാക്കാണ്, ഫാസ്റ്റ് ട്രാക്കാണ്. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഡുക്കാട്ടി ക്യാൻ ഡു ആൻഡ് വാട്ട് അപ്രീലിയ ക്യാൻ ഡു. ഇറ്റാലിയൻ GP എന്ന് പറയുമ്പോൾ അപ്രീലിയയ്ക്കും അവരുടെയും ഹോം GP തന്നെയാണ്. ഈ മുജലോടൊക്കെ അടുത്ത് തന്നെയല്ലേ അപ്രീലിയയുടെ സ്ഥലം. അപ്പോൾ 2 ഇറ്റാലിയൻസ് തമ്മിൽ കൊമ്പ് കോർക്കുകയാണ്, വിച്ച് ഈസ് ദ ഡുക്കാട്ടി ആൻഡ് ദിസ് അപ്രീലിയ. അപ്പോൾ അവിടെ തീ പാറുമെന്ന് ഉറപ്പാണ്. ബട്ട് ഇറ്റ് ഈസ് ദ ഹോം GP ഓഫ് പെക്കോ. പെക്കോ ഒരു രീതിയിലും വേറെ ആരെയും ജയിക്കാൻ സമ്മതിക്കത്തില്ല. ഡുക്കാട്ടിയുടെ അഭിമാന പ്രശ്നമാണ്, പെക്കോയുടെ അഭിമാന പ്രശ്നമാണ്. ബീങ് ആൻ ഇറ്റാലിയൻ ബ്രാൻഡ്, ബീങ് ആൻ ഇറ്റാലിയൻ റൈഡർ, ഈവൻ വേറെ ഡുക്കാട്ടി ജയിച്ചിട്ടുണ്ടെങ്കിലും ഡുക്കാട്ടിയാണ് അറ്റ് ദ എൻഡ് ജയിക്കണേ. പക്ഷേ എന്നാലും ഫാക്ടറി ടീമിനെ അവരുടെ സ്വന്തം നാട്ടിൽ തോപ്പിച്ച് വേറൊരു ടീം ജയിക്കുക എന്ന് പറയുന്നത് അവർക്കും അവരുടെ സ്പോൺസേഴ്സിനും അത്ര രസമുള്ളൊരു കാര്യമായിരിക്കില്ല. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കൊമ്പുകോർക്കിൽ നടക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് അടുത്ത ആഴ്ച കാണാം. എനിവേ, ഈ ആഴ്ച ഇപ്പോൾ തിങ്കളാഴ്ചയായി. ഈ 2-ാം തീയതി എങ്ങാണ്ടാണ് മെയിൻ റേസ് നടക്കാൻ പോകുന്നത്. ആൻഡ് ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സീസൺ ഈ അടുത്തൊക്കെ ഞാൻ കണ്ടിട്ടില്ല. ബീങ് എ മാർക്ക് മാർക്കസ് ഫാൻ അഗെയിൻ, എനിക്ക് കഴിഞ്ഞ 4 സീസൺ അത്യാവശ്യം ഡള്ളായിരുന്നു. ഞാൻ 2019 സീസണൊക്കെ കണ്ടപ്പോൾ ഞാൻ കോരി തിരിച്ചിരുന്നതാണ്. 2020 ഫസ്റ്റ് റേസ് ഞാൻ കോരി തിരിച്ചതാണ് പകുതി വരെ. പക്ഷേ എന്താ പറയുക, അൺഫോർച്ചുനേറ്റ് സർക്കംസ്റ്റാൻസസ്, മാർക്ക് മാർക്കസ് ക്രാഷായി, കൈയൊടിഞ്ഞ്, പിന്നെ ഇറ്റ് വാസ് നോട്ട് ഗുഡ് ബീങ് എ മാർക്ക് മാർക്കസ് ഫാൻ. എനിവേ, ഇറ്റ് വാസ് ടോർച്ചർ. അതൊക്കെ കഴിഞ്ഞ് പുള്ളി ഇപ്പോൾ അടിപൊളി ഒരു സീസണായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മുജലോയിൽ മാർക്ക് മാർക്കസിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് നോക്കുക. കാരണം ഈ ട്രാക്കുകളൊക്കെ പുള്ളി ഇത്രയും ചെയ്യുന്നുണ്ട്. ബട്ട് അഗെയിൻ ഇറ്റ് ഈസ് പെക്കോസ് ട്രാക്ക് ടു ഡിഫെൻഡ് ആൻഡ് ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ ഇൻ മുജല്ലോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വേറെ പോഡ്കാസ്റ്റുകൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്, ഷോർട്സും അല്ലാണ്ട് എക്സ്പ്ലനേഷൻ വീഡിയോസൊക്കെ ആയിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫൺ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പോഡ്കാസ്റ്റ് മാത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയുന്ന പകുതി കാര്യങ്ങൾ മനസ്സിലാവത്തില്ല. പക്ഷേ ഓരോ കാര്യങ്ങളെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യിച്ച്
ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സ്പോർട്ടിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സ്പോർട്ടിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ അവർക്ക് കാണാനൊരു താല്പര്യം തോന്നും. കാണാനുള്ളൊരു താല്പര്യം തോന്നുമ്പോൾ ദേ മേ ബിക്കം ഫാൻ ഓഫ് ദ സ്പോർട്ട് ഓർ ഫാൻ ഓഫ് എ റൈഡർ. അഗെയിൻ നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരാളെ കൂടി മോട്ടോ ജി പി ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കിട്ടുകയാണ്, വിച്ച് ഇസ് വണ്ടർഫുൾ. ഇവിടെ അത്ര ചെറിയ കമ്മ്യൂണിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം ആൾക്കാരൊക്കെ മോട്ടോ ജി പി കാണുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ബിക്കോസ് ഇത്രയും ആൾക്കാർ ബൈക്ക് ഓടിക്കുന്ന നാട്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ബൈക്ക് ഓടിക്കുന്നത്, അതിൻ്റെ ഫീൽ എന്താണ്, അത് സ്പീഡിൽ പോകുമ്പോൾ എന്താണ് ഫീല്, അപ്പോൾ അതൊരു 10-350 കിലോമീറ്റർ സ്പീഡിൽ പോയി അതിൻ്റെ റേസ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഫീൽ എങ്ങനെയായിരിക്കും എന്ന് കുറച്ചൊക്കെ നമുക്ക് മലയാളികൾക്കും നമ്മൾ ഇന്ത്യക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സോ ഐ വാണ്ട് മച്ച് മോർ ഫാൻസ് ഫോർ മോട്ടോ ജി പി. അതാണ് ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ മെയിൻ ലക്ഷ്യം എന്നും പറയുന്നത്. എനിക്കപ്പോൾ ഞാൻ ഇത് നീട്ടുന്നില്ല, നമുക്ക് ഇനി മുജല്ലോ കാണാം. ആൻഡ് മുജല്ലോ പോഡ്കാസ്റ്റിന് മുമ്പ് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ, ടേക്ക് കെയർ.